സർ, 1987 EMS ആണ് മതേതര ജനാധിപത്യ സർക്കാർ ഉണ്ടാക്കും എന്ന് പറഞ്ഞ് ലീഗിനെയും അഖിലേന്ത്യാ ലീഗിനെയും കേരള കോൺഗ്രസ്സുകളെയും ഒക്കെ തള്ളി പറഞ്ഞുകൊണ്ട് വർഗീയമായ യാതൊരു ബന്ധവും ഞങ്ങൾക്കുണ്ടാവില്ല എന്ന് പറഞ്ഞ് EMS ഒരിക്കൽ 87 ഇലക്ഷൻ നിന്നു. അപ്പോൾ എല്ലാവരും പറഞ്ഞു കേരളത്തിൽ ക്ലച്ച് പിടിക്കില്ല, ഈ മുന്നണി തകർന്നു പോകും. അദ്ദേഹം അതിന് 8 കെട്ടാം 10 കെട്ടാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മുസ്ലിം നിയമത്തെ, വ്യക്തി നിയമത്തെയൊക്കെ വളരെയധികം പുച്ഛിച്ചുകൊണ്ടൊക്കെ സംസാരിച്ചു. അപ്പോൾ എല്ലാവരും ഒന്ന് തീർച്ചപ്പെടുത്തി, മുസ്ലിം ലീഗ് ഇല്ലാതെ, അഖിലേന്ത്യാ മുസ്ലിം ലീഗ് ഇല്ലാതെ, കേരള കോൺഗ്രസ് ഇല്ലാതെ, മറ്റേ NDP SRP ഒന്നും ഇല്ലാതെ എങ്ങനെ ഒരു പാർട്ടിക്ക് അല്ലെങ്കിൽ ഒരു മുന്നണിക്ക് കേരളത്തിൽ ഒരു ഭരണം കൊണ്ടുവരാൻ കഴിയും? പക്ഷേ EMS അതിശയം എന്ന് പറയട്ടെ 82ഓളം സീറ്റുകളുമായിട്ടന്ന് ഭരണത്തിൽ വന്നു. ഏതാണ്ട് അതുപോലത്തെ ഒരു പ്രഖ്യാപനമാണ് കഴിഞ്ഞ ഒരു 2 വർഷമായിട്ട് VD സതീശൻ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ 100 സീറ്റോടുകൂടി അധികാരത്തിൽ വരും, മതേതര മുന്നണിയാണ് ഞങ്ങളുടെ ലക്ഷ്യം, യാതൊരു വിധത്തിലുള്ള മതസംഘടനകളുമായിട്ട് ഞങ്ങൾ കൂട്ടുകൂടില്ല. എന്തിന് PV അൻവറിനെ പോലും അയിത്തം പ്രഖ്യാപിച്ച് അദ്ദേഹം വലിയ പടക്കളം നയിച്ചാണ് വന്നത്. പക്ഷേ ഇപ്പോൾ വന്ന് സർ, ജമാഅത്തെ ഇസ്ലാമിയെ വരെ അദ്ദേഹം വിഴുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അവരെ വരെ സാമ്രാജ്യത്വ ഇസ്ലാമിക രാഷ്ട്രം വേണമെന്ന് വാദിക്കുന്ന ജമാഅത്തെ ഇസ്ലാമിയെ വരെ അദ്ദേഹം വെള്ളപൂശിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതുകൊണ്ടൊക്കെ തീർന്നു വിചാരിച്ചിരിക്കുമ്പോഴാണ് ഇപ്പോൾ വേറൊന്നും കൂടെ വന്നിരിക്കുന്നു. നമ്മുടെ തെക്കൻ കേരളത്തിൽ ഈ നാടാർ ക്രിസ്ത്യൻ വളരെ പ്രബലമാണ്. തിരുവനന്തപുരത്തെ ഒരു 10-14 സീറ്റുകളിൽ ഒരു 7 എണ്ണമെങ്കിലും വിജയിക്കാനും പരാജയപ്പെടുത്താനും ഒക്കെ കഴിയുന്ന വിധത്തിലുള്ള ശക്തി CSIക്കുണ്ട്. അപ്പോൾ CSIയുടെ സെക്രട്ടറി തിരുവനന്തപുരത്ത് വളരെ സുപരിചിതനായ TT പ്രവീണിനെ ഇപ്പോൾ തമിഴ്നാട്ടിൽ ശാലിനുമായി മത്സരിച്ച് പിടിച്ച 27 സീറ്റിൽ ഒരെണ്ണം, വിളവൻകോട് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബോർഡറിൽ കൊണ്ടുവന്ന് ഒരു സീറ്റ് കൊടുത്തിരിക്കുകയാണ്. എനിക്ക് അതിൻ്റെ ഉദ്ദേശം മതേതര ഭാണ്ഡം ഇനിയും അദ്ദേഹത്തിന് ചുമക്കാൻ ബുദ്ധിമുട്ടായിരിക്കും, അതുകൊണ്ടായിരിക്കും ഈ ബോർഡറിൽ കൊണ്ടത് ഇട്ടത് എന്ന് തോന്നുന്നു. എന്നിട്ട് ഇവിടെ അദ്ദേഹത്തിന് ഇപ്പോൾ അവിടെ തിരുവനന്തപുരം കൈപ്പത്തിയിലെ സ്ഥാനാർത്ഥിയായിരിക്കുമ്പോൾ അദ്ദേഹത്തിന് ഇവിടെ വന്ന് നേമത്തോ വട്ടിയൂർക്കാവിലോ അല്ലെങ്കിൽ കാട്ടാക്കടയോ പാറശാലയോ നെയ്യാറ്റിൻകരയോ അരുവിക്കരയോ എവിടെ വേണമെങ്കിലും പ്രചരണം നടത്താം. അവിടെയൊക്കെ CSIക്ക് കുറേ വോട്ടുകളുണ്ട്, അതെല്ലാം സമാഹരിക്കാം. അങ്ങനെ LDFനെയോ BJPയെയോ ഒക്കെ പരാജയപ്പെടുത്താമെന്നാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത് എന്ന് തോന്നുന്നു. അപ്പോൾ ഈ മതേതര ഭാണ്ഡം ഇനിയും വരാനിടയുണ്ടോ, അതോ ഇതുകൊണ്ട് അവസാനിപ്പിക്കുമോ സാറേ? സാറ് തുടങ്ങിയത് തന്നെ VD സതീശനെ EMSുമായിട്ട് താരതമ്യപ്പെടുത്തിക്കൊണ്ടാണ്. സാറേ, ഈ ആന കുഴിയാന എന്ന് പറയുന്ന 2 സംഭവങ്ങളുണ്ട്. അതെ, ആനയും കുഴിയാനയുമാണ്. കുഴിയാന പുറകോട്ടാണ് സഞ്ചരിക്കുന്നത് സാറിന്, ആന മുന്നോട്ടാണ് സഞ്ചരിക്കുന്നത്. അത്രയുള്ള പേരിലുള്ളൊരു സാദൃശ്യമുള്ളൂ. അപ്പോൾ സതീശനും EMSുമാണ്. ഇവിടെ സംഭവിച്ച ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, സതീശന് എടുക്കാൻ പറ്റാത്തൊരു ഭാണ്ഡമായി പിടിച്ച് തലയിൽ വെച്ചിരിക്കുന്നത്. അവിടെ നിലമ്പൂർ തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ PV അൻവറിനെ ഒഴിവാക്കിയിട്ട് പിന്നെ ആര്യാടൻ ഷൗക്കത്തിനെ ജയിപ്പിക്കുകയും ചെയ്തു. PV അൻവറിനെ ഒഴിവാക്കിയത് നമ്മൾ സ്വാഗതം ചെയ്യുന്നു, അക്കാര്യത്തിൽ ഇച്ഛാശക്തി കാണിച്ചതിനെ നമ്മൾ സ്വാഗതം ചെയ്യുന്നു. സാറ് സംശയിക്കേണ്ട, 2026 തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് UDF അധികാരത്തിൽ വന്നാൽ ഈ ഭാണ്ഡം VD സതീശനെ വിഴുങ്ങിയിരിക്കും. സാർ സംശയിക്കുക വേണ്ട. കാരണം VD സതീശൻ്റെ പോക്ക് അങ്ങോട്ടാണ്. ജമാഅത്തെ ഇസ്ലാമി വലിയൊരു സംഘടനയാണെന്നാണ് പറയുന്നത്. മൗദൂദി പറയുന്ന ഹുക്കുമത്ത് ഇസ്ലാമിയാണ് അവരുടെ ലക്ഷ്യം, ദൈവത്തിൻ്റെ ഭരണം. ഡെമോക്രസി എന്ന് പറയുന്ന ആൻറ്റി ഇസ്ലാമിക്കാണ്, ഇസ്ലാമിക വിരുദ്ധമാണ് എന്നാണ് ജമാഅത്തെ ഇസ്ലാമി പറയുന്നത്. അവരുടെ ഒരു യുവജന സംഘടനയാണ് സിമി. അവിടെ KT ജലീലൊക്കെ അതിൻ്റെ നേതാവ്. സിമി പറയുന്നത് ഇന്ത്യയുടെ മോചനം ഇസ്ലാമിലൂടെ എന്നാണ്. അപ്പോൾ ഇന്ത്യയെ ഇസ്ലാമിലൂടെ മോചിപ്പിച്ചെടുക്കുമെന്ന് പറഞ്ഞു. വളരെ അടുത്ത സമയത്താണ് SDP-യുടെ ഒരു നേതാവ് പറഞ്ഞത് 2047 SDP അല്ലെങ്കിൽ മുസ്ലിങ്ങൾ ഇന്ത്യ ഭരിക്കും. 2047 അദ്ദേഹം ഇപ്പം ജയിലിലാണെന്നോ വെളിയിലുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എന്തായാലും 47 ജയിലിൽ കിടന്ന് ഭരിക്കുന്നതാണോ വെളിയിൽ ഇരുന്ന് ഭരിക്കും അതെനിക്കറിയില്ല. ഈ സ്റ്റേറ്റ്മെൻറ്റുകളൊക്കെ പറയുന്ന കടുത്ത മതവിദ്വേഷം വെച്ച് പുലർത്തുന്ന ആളുകൾ ഒക്കെയാണ് UDFിലുള്ളത്. LDF എന്നാൽ അവിടെ ആരാ? SDP, INL. എന്നിട്ട് ഇവരെല്ലാം കൂടെ പറയുന്നത് BJP വർഗീയ കക്ഷിയാണ്. SDP പറയുന്നത് BJP വർഗീയ ഫാസിസ്റ്റ് കക്ഷി. ഇത് മൗദൂദിയുടെ പാർട്ടിക്കാർ പറയുകയാണ് SDP പിന്നെ BJP
വർഗീയ കക്ഷി. ലീഗ് നേതാക്കന്മാർ പറയുന്നു അതിൻ്റെ പേര് തന്നെ മുസ്ലിം ലീഗ് എന്നാണ്. ഭാരതീയ ജനതാ പാർട്ടി വർഗീയ കക്ഷിയാണ്. അല്ല, അതിന് രസം അവർ സുപ്രീം കോടതിയിൽ വഖഫ് ബോർഡിൻ്റെ പ്രശ്നം നടന്നപ്പോൾ എഴുതി കൊടുത്തു ഞങ്ങൾ മുസ്ലിം താല്പര്യത്തിന് വേണ്ടി നിലകൊള്ളുന്ന പാർട്ടിയാണെന്ന്. അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങൾ വഖഫ് ബോർഡിനെതിരെ വേണ്ടി കേസ് വാദിക്കാൻ വന്നത് എന്ന് പറഞ്ഞുകൊണ്ട് സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്ത ആൾക്കാരാണ്. സാറേ, അതിനകത്തൊരു കുരുക്ക് വേറെയുണ്ട്. ഈ മുസ്ലിം ലീഗ് എന്നുള്ള പേരിൽ ഒരു രാഷ്ട്രീയ പാർട്ടി ഇലക്ഷൻ റൂൾസ് അനുസരിച്ച് നമുക്ക് പ്രവർത്തിക്കാൻ പറ്റില്ല. അത് പ്രവർത്തിക്കാൻ പറ്റില്ല. പിന്നെ അതിന് ആ കേസ് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അങ്ങനത്തെ കേസ് കോടതിയിലുണ്ട്. അതെപ്പോഴാണ് കോടതി എടുക്കുന്നതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പം അങ്ങനെയാണെങ്കിൽ ഹിന്ദു ലീഗ് ആകാമല്ലോ, തീർച്ചയായും ക്രിസ്ത്യൻ ലീഗ് ആയിക്കൂടെ, ഇല്ലേ? ഇനി കുറച്ചുകൂടെ അങ്ങോട്ട് പോയിട്ട് ഈഴവൻ ലീഗ് ആകാം, നായർ ലീഗ് ആകാം, ഇല്ലേ? എന്നാ ആയിക്കൂടാ. അപ്പം മതത്തിൻ്റെ പേരിൽ അങ്ങനെ വരികയാണെങ്കിൽ അങ്ങനെ വരണ്ടേ? ഇവിടെ വരാൻ പോകുന്ന ഒരു വലിയ പ്രശ്നം എവിടെയാണെന്ന് വെച്ചാൽ 27 സീറ്റിലാണ് മുസ്ലിം ലീഗ് മത്സരിക്കുന്നത്. സാറിൻ്റെ കണക്കൂട്ടലനുസരിച്ച് എത്ര സീറ്റിൽ ലീഗ് ജയിക്കും? ലീഗിന് ഇപ്പോഴത്തെ അവസ്ഥ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ തന്നെ സാറേ, ആ പിന്നെ മലപ്പുറത്തെ 16ഉം പിന്നെ കോഴിക്കോടും 16-1 വണ്ടൂരാണ്, അത് ഇൻ്റർനാഷണൽ കോൺഗ്രസ്സിനാണ്. ബാക്കി സീറ്റുകൾ നോക്കിക്കഴിഞ്ഞാൽ താനൂരും തവനൂരും പൊന്നാനിയും വരെ ഇപ്പം പിന്നെ ലീഗ് ജയിക്കുന്ന അവസ്ഥയാണ്. പിന്നെ കോഴിക്കോട് പല സീറ്റുകൾ, പേരാമ്പ്ര അടക്കം ഇപ്പം പിന്നെ ലീഗ് ജയിക്കുമെന്നാണ് പറയുന്നത്. കാസർഗോഡ് 1-2 സീറ്റുകൾ ജയിക്കുന്നു, വയനാട് കിട്ടാൻ പോകുന്നു. ഇങ്ങനെ നോക്കുമ്പോൾ എന്തിനാ കളമശ്ശേരി കിട്ടാൻ പോകുന്നു, ഗുരുവായൂർ കിട്ടാൻ പോകുന്നു എന്നൊക്കെയുള്ള നിഗമനങ്ങൾ വരുമ്പം ഒരു 21-22 സീറ്റിൽ കുറയാതെ 27 സീറ്റാണ് അവർ കിട്ടിയിരിക്കുന്നത്. 21 സീറ്റ് മിനിമം ലീഗ് പിടിച്ചിരിക്കും സാറേ. അപ്പോൾ അതിൻ്റെ ബാക്കി 50 സീറ്റ് പിടിച്ചാൽ പോലെ കോൺഗ്രസ് എല്ലാം കൂടെ പിന്നെ 49 സീറ്റ്, കാരണം 5-6 സീറ്റ് എന്തായാലും BJP പിടിക്കും. അപ്പൊ പിന്നെ അതും കൂടെ കുറച്ചുള്ള ഭൂരിപക്ഷം നോക്കിയാൽ മതി. ഒരു 66-67 സീറ്റ് കിട്ടിയാൽ മതി. അപ്പൊ അതിന് നോക്കുമ്പം ഇതിലും കുറച്ച് മതി. അപ്പൊ 48 സീറ്റ് കോൺഗ്രസ് മൊത്തത്തിൽ പിടിച്ചാൽ മതി, ബാക്കിയുള്ളതെല്ലാം കൂടെ. അപ്പോൾ ലീഗിന് 21 അല്ലെങ്കിൽ 24 സീറ്റ് അയക്കും. കോൺഗ്രസിന് ബാക്കി സീറ്റ് പിടിച്ചാൽ മതി എന്ന് പറഞ്ഞാൽ ആ ഗവൺമെന്റ് നിയന്ത്രിക്കുന്ന ആരാണ്? ലീഗല്ലേ? അല്ല, അത് മാത്രമല്ല സാറേ, ഇതിപ്പോൾ എല്ലാ കാര്യങ്ങളും അവരല്ലേ നിയന്ത്രിക്കുന്നത്. UDF എന്ന് പറയുന്നത് നയിക്കുന്നത് അവരല്ലേ. പ്രധാനപ്പെട്ട തീരുമാനം എടുക്കാൻ പണക്കാടേക്ക് പോകേണ്ട അവസ്ഥയല്ലേ. കഴിഞ്ഞ തവണ അവരുടെ പിന്നെ വികസന രേഖ തയ്യാറാക്കാനായിട്ട് അവർ മലപ്പുറത്ത് കൂടുന്നതിന് പകരം വയനാട് പോയി കൂടി. വയനാട് വേറൊരു മലപ്പുറമാണല്ലോ, അവിടെ പോയാണ് സമ്മേളനം കൂടിയത്. ഇതൊക്കെ കാണിക്കുന്ന അവർക്ക് ലീഗിൻ്റെ അടിമത്തം അവർ അംഗീകരിച്ചു എന്നുള്ളത് തന്നെയാണ്. അതിനകത്ത് യാതൊരു മാറ്റവുമില്ല. ഇത് ആത്യന്തികമായി ശക്തമായൊരു പോളറൈസേഷനിലേക്ക് പോവുകയാണ്. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം നമ്മൾ പഴയതുപോലെയല്ല. ഹിന്ദുക്കളിൽ ജാതി വ്യത്യാസം വന്ന് ശക്തമായ പോളറൈസേഷൻ ഉണ്ടായിട്ടുണ്ട്. ആ പോളറൈസേഷൻ 2026 ഒന്നുകൂടെ ശക്തമാകും. ഈ ഇലക്ഷനിൽ അത് പലതരത്തും പ്രതിഫലിക്കും. UDFൻ്റെ ഗവൺമെൻറ് ലീഗിൻ്റെ നിയന്ത്രണത്തിൽ രൂപം കൊള്ളുന്നതോടുകൂടി ചിത്രം വളരെ മാറും. ലീഗ് ഒരു ഗവൺമെൻറ്റിൽ പങ്കാളിയായാൽ, അത് ഷാഫി പറഞ്ഞിട്ടുണ്ടല്ലോ, 9-10 വർഷമായി ഞങ്ങൾ കാത്തിരിക്കുകയാണ്, ഞങ്ങളുടെ സമുദായത്തിന് പിന്നെ വേണ്ടതൊന്നും കിട്ടുന്നില്ല, അതിനുവേണ്ടിയാണ് ഞങ്ങൾ കാത്തിരിക്കുന്നത്. അത് വളരെ ക്ലിയർ അല്ലേ കാര്യങ്ങൾ? അപ്പം ഈ സതീശൻ്റെ ഈ മതേതര ഭാണ്ഡം അദ്ദേഹത്തിന് തന്നെ വിനയായി മാറും എന്നുള്ളതിൻ്റെ ചില ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങി. രമേശ് ചെന്നിത്തല പിന്നെ തള്ളി പറഞ്ഞല്ലോ മൗദൂദിയെ. തീർച്ചയായിട്ടും സാർ വായിച്ചായിരുന്നല്ലോ. തീർച്ചയായിട്ടും. അപ്പോൾ ജമാഅത്തെ ഇസ്ലാമിയെ രമേശ് ചെന്നിത്തല അംഗീകരിക്കുന്നില്ല. അപ്പം ഇപ്പം ഇനിയും കോൺഗ്രസ്സിൽ വരാൻ പോകുന്നത് ജമാഅത്തെ ഇസ്ലാമി ഗ്രൂപ്പിൽപ്പെട്ട കോൺഗ്രസ്സുകാരും ജമാഅത്തെ ഗ്രൂപ്പിൽ പെടാത്ത കോൺഗ്രസ്സുകാരും തമ്മിൽ ഒരു ഫൈറ്റ് ഉണ്ടാവും. അതിലേക്കാണ് പോകുന്നത്. ഇപ്പോൾ സതീശൻ കാണിച്ചിരിക്കുന്ന അല്ലെങ്കിൽ ചുമന്നുകൊണ്ടിരിക്കുന്ന ഈ മതേതര ഭാണ്ഡം സതീശനും കോൺഗ്രസ്സിനും ഒരു മാറാവ്യാധി ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു കാര്യമായിരിക്കും. ഇതിനവർ വലിയ വില കൊടുക്കേണ്ടി വരും. അല്ല, ജയിച്ചു കഴിഞ്ഞാൽ ജമാഅത്തെ ഇസ്ലാമിക്ക് മന്ത്രി ഉണ്ടാവും സർ. ഉണ്ടാകണമല്ലോ. അതിൽ ഒരാൾ അൻവറാണെന്നാണ് പറയുന്നത്. ജയിച്ചാൽ അവിടെ ജയിക്കുമെന്നുള്ളത് സംശയമാണ്, അത് വേറൊരു കാര്യം. ജയിച്ചാൽ അൻവർ ഒരു മന്ത്രിയാണ്, മന്ത്രി ജമാഅത്തെ ഇസ്ലാമിയുടെ മന്ത്രിയായിരിക്കും. അതിന് പുറമെ വേറെ മന്ത്രിമാർ ലീഗിൽ നിന്ന് വരുന്നതിലും ഉണ്ടാവും. ജമാഅത്തെ ഇസ്ലാമിക്ക് ഉപമുഖ്യമന്ത്രി സ്ഥാനം കൊടുക്കണമെങ്കിൽ അത് കൊടുക്കണമല്ലോ. അത്യാവശ്യമായിട്ട് ലീഗ് മുഖ്യമന്ത്രിയാണെന്ന് പറഞ്ഞാൽ അതും സമ്മതിക്കും ഭരിക്കണമെങ്കിൽ. തീർച്ചയായിട്ടും ലീഗ് ആകണമെന്ന് അവർ ആവശ്യപ്പെടില്ല. കാരണം അത്രയും മാന്യത ലീഗിനുണ്ട്. അതുകൊണ്ട് അത് ചെയ്യില്ല. അതുകൊണ്ടല്ല സാറേ, അവർക്കറിയാം അങ്ങനെ ചോദിച്ചാൽ അത് കേരളത്തിൽ വലിയ സാറ് പറഞ്ഞതിനേക്കാൾ വലിയ പോളറൈസേഷൻ ഉണ്ടാകും. അതേസമയം VD സതീശനെ പോലെയോ അല്ലെങ്കിൽ അതുപോലെയുള്ളൊരു ഹിന്ദു പേര് നാമധാരി, അതാണ് ഈ പിന്നെ പാകിസ്ഥാൻകാർ ചെയ്യുന്നത്. അങ്ങനെയാണ് ഹിന്ദു നാമധാരിയെ കൊണ്ടുവരാൻ പറയും, ഈ ബോംബിടാനും അല്ലെങ്കിൽ സ്ഫോടനം നടത്താനും ഒക്കെ. അപ്പം അതുപോലെയാണ് ഇപ്പോഴത്തെ കേരളത്തിൽ ഒരു ഹിന്ദു നാമധാരിയെ മുഖ്യമന്ത്രിയാക്കിക്കൊണ്ട്
ഇസ്ലാമിക താല്പര്യങ്ങൾ സംരക്ഷിച്ചു പോവുക എന്നുള്ളതാണ് ഇപ്പം നടക്കാൻ പോകുന്നത് എന്നുള്ളതാണ് നമ്മൾ ഇതിൽ നിന്നെല്ലാം പഠിക്കേണ്ടത്. ഇതിന് പുറമെ CSIക്കും ഒക്കെ ഓരോ മന്ത്രിമാർ വരും. അതിനാണ് CSIയുടെ പിന്തുണ നേടിയിരിക്കുന്നത്. കാരണം പിന്തുണ കൊടുത്താൽ പിന്നെ നമുക്ക് ഭരണത്തിൽ പങ്കുവേണ്ടേ സാറേ? അതില്ലാതെ പോകാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതിന് മന്ത്രി ചോദിക്കും. ആ മന്ത്രി വരുമ്പം അവർ CSIയുടെ താല്പര്യം സംരക്ഷിക്കും, മറ്റേത് ജമാഅത്തയുടെ താല്പര്യം സംരക്ഷിക്കും. ഇങ്ങനെ പോവും. VD സതീശന് ഈ പറഞ്ഞ ഭരണത്തിൻ്റെ പറഞ്ഞ കാര്യങ്ങൾ പലതും നടപ്പിലാക്കാൻ കഴിയാതെ വരികയും ചെയ്യുമെന്നുള്ളൊരു സാഹചര്യമാണ് ഉള്ളത്. സാറേ, മതേതര ഭാണ്ഡവുമായിട്ട് VD സതീശൻ ഡ്രൈവിംഗ് സീറ്റിലിരിക്കും. മതേതര പാർട്ടികളായ SDPIയും മുസ്ലിം ലീഗും PDPയും PV അൻവറും ഇവരെല്ലാവരും കൂടെ ചേർന്ന് വണ്ടി നിയന്ത്രിക്കുകയും ചെയ്യും. കണ്ടക്ടറുടെ ബെല്ലടിച്ചുകൊടുത്ത ഒന്നും ചെയ്യാൻ ഒക്കില്ല. ബെല്ലടിച്ചാലേ വണ്ടി മുന്നോട്ട് നീങ്ങത്തുള്ളൂ. സിംഗിൾ അടിച്ചാൽ വണ്ടി നിർത്തിയേ പറ്റൂ. ഈ മതേതര ഭാണ്ഡം സതീശന് ബുമറാങ്ങായിട്ട് വരാൻ പോവാണ്. 26 കഴിയുമ്പോൾ തെരഞ്ഞെടുപ്പ് കഴിയുമല്ലോ, അതോടുകൂടി കാര്യങ്ങൾ തീരുമാനിക്കുമല്ലോ. ഇത് മതേതര ഭാണ്ഡമല്ല, ഇത് വിഴുപ്പ് ഭാണ്ഡമാണ്. വർഗീയവാദികളുടെ, ഭീകരന്മാരുടെ വിഴുപ്പ് ഭാണ്ഡമാണ് സതീശൻ ചുമക്കുന്നത്. ഇത് മതേതര ഭാണ്ഡമല്ല എന്ന് തിരിച്ചറിയാൻ കേരളത്തിലെ ജനങ്ങൾ അധികകാലം കാത്തിരിക്കേണ്ടി വരും എന്നെനിക്ക് തോന്നുന്നില്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നേരിട്ട് ലഭിക്കാൻ ജനങ്ങളിൽ നിന്ന് ജനങ്ങളിലേക്ക് ജനഭൂമി ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യൂ. ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത്.